ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ചാറ്റ് ജി പി ടി വെച്ച് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാന്നാണ്. അഥവാ ഒരു ടൂളും ഇല്ലാതെ മറ്റു ടൂളിലേക്ക് ഒന്നും യൂസ് ചെയ്യാതെ വെറും ചാറ്റ് ജി പി ടി എങ്ങനെ വെച്ചിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്രോംപ്റ്റ് അടിക്കാനാണ് നമ്മൾ ഇതിൽ അറിയേണ്ടി വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോംപ്റ്റ് അടിക്കേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് അവര് തന്നൊരു പ്രോംപ്റ്റിനെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് കുറച്ച് ലോഡിംഗ് ടൈം നല്ല പിടിക്കുന്നുണ്ട്, കാരണം ഒന്നുകൂടി അവരുടെ ജി പി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, അവർ തന്ന ഒരു പ്രോംപ്റ്റ് ആണ്. അവരെന്താണ്, ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ഫോട്ടോ റിയലിസ്റ്റിക്, അഥവാ റിയലിസ്റ്റിക് പീപ്പിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ മാഗസിൻ കവർ, അവർ മാഗസിൻ കവർ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഫോർ ക്യൂട്ട് അനിമൽസ് ഫീച്ചറിങ് 3 ഇമ്പോസിബിളി ക്യൂട്ട് ആൻഡ് സ്റ്റൈലിഷ്ലി അസോസിയേറ്റഡ് പ്ലസ്, 3 പെറ്റ്സിനെ നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുള്ള ഒരു മാഗസിന്റെ കവർ ഫോട്ടോ ആണ് ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെന്താണ്, വിത്ത് റിയലിസ്റ്റിക്, അഥവാ റിയലിസ്റ്റിക് ഇമേജ് ആയിരിക്കണം, കാണുമ്പോൾ ആളുകൾക്ക് റിയലിസ്റ്റിക് ആയിരിക്കണം, ക്യാച്ച് ഹെഡ്ലൈൻ ആൻഡ് ടീസർ ടെക്സ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അഥവാ ജസ്റ്റ് കോമട്ട് ഇട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് ഒരു ഇൻവെർട്ടർ കോമയിലായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സ്പെഷ്യലി അതിൽ വരേണ്ടതാണെന്നുള്ളത്. ഓക്കെ, പിന്നെ അവരായിട്ട് കുറച്ച് ഇവിടെ ക്യാച്ചി ഹെഡ്ലൈൻസ് ആൻഡ് ടീസർ ടെക്സ്റ്റ്, അവരോട് തന്നെ ഹെഡ്ലൈൻസും ടീസറും. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം എന്താ വെച്ചാൽ അവരോട് തന്നെ ടീസറും ഹെഡ്ലൈനും ഉണ്ട്. ഹെഡ്ലൈന് പോലും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മലയാളമൊക്കെ ആവുമ്പോൾ ഒന്നും കൂടി ഹെഡ്ലൈൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആവുക. ഓക്കെ, അപ്പൊ അവർ നല്ല ക്യാപ്ചർ പെർഫെക്റ്റ് പിക്സ്, എക്സ്പെർട്ട് ടിപ്സ് ആൻഡ് ടിപ്സ്, ഒരു നല്ലൊരു ഇത് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാണ്, ജനറേറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഫോർ റാസി ഡിജിറ്റൽ അക്കാദമി വിത്ത് അവർ ലോഗോ. ഞങ്ങൾ ലോഗോ വെച്ചിട്ട് ഞങ്ങളുടെ അക്കാദമിക്ക് ഒരു പോസ്റ്റർ ഉണ്ടായി തരണം. ആഡ് എ ഹാപ്പി ഇന്ത്യൻ ഗേൾ വർക്കിംഗ് ഇൻ എ കമ്പ്യൂട്ടർ, ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ഗേൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഹെഡ്ലൈന് കൊടുക്കേണ്ടത് അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. അത് ഞാൻ കൊടുത്തു 2 ഇൻവെർട്ടർ കോമയിലായിട്ട്. അപ്പൊ എന്ത് സംഭവിച്ചു, അവര് പറഞ്ഞു ഐ ക്യാൻ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റർ, എനിക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റർ ഉണ്ടാക്കാം, നിങ്ങളെ ലോഗോ ഒന്ന് വിട്ടു തരുമോ ആണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ലോഗോ ഞാൻ അവർക്ക് PNG ആക്കിയിട്ട് കൊടുത്തു. PNG ആക്കിയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രൂപത്തിൽ കൊടുക്കണം. ദെൻ അവര് വിട്ടു തന്നത് ഇങ്ങനെയായിരുന്നു, ക്രോപ്പായി പോയിട്ടുള്ള ഒരു ആള് ചിരിക്കുന്നത്, ഇതൊക്കെ കട്ടായി പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു എന്ത്, ക്രോപ്പ്ഡ് ടെക്സ്റ്റ് ആൻഡ് ലോഗോ, ടെക്സ്റ്റും ലോഗോയും ക്രോപ്പ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു. ദെൻ അവര് നേരെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തു, ലോഗോ ഇല്ലാതെ ഒരു സാധനം ക്രിയേറ്റ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പൊ എഴുത്തുകൾക്ക് പ്രശ്നമില്ല, വളരെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ദെൻ ഞാൻ പറഞ്ഞു നോ ലോഗോ നോട്ട് വിസിബിൾ, ലോഗോ ഇപ്പോ വിസിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവരൊന്ന് ട്രൈ ചെയ്തപ്പോ എന്ത് ചെയ്തു, എററായി ജനറേറ്റ് ചെയ്യുമ്പോൾ എററായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു ട്രൈ അഗൈൻ, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കും. ദെൻ നെക്സ്റ്റ് ടൈം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ലോഗോ പൊസിഷൻ ചെയ്തുക്കണം, ഇതൊക്കെ ചെയ്തുക്കണം. ഇനി നെക്സ്റ്റ് ഞാൻ അവരോട് പറഞ്ഞത്, ഇനി ഇതിൽ തന്നെ ഉള്ള പുതിയ ഫീച്ചർ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഞങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. നൈസ്, ഇപ്പൊ ഉണ്ടാക്കിയത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ അവരോട് പറഞ്ഞു മേക്ക് ഗേൾ 3D ആൻഡ് ലുക്ക് പോസ്റ്റർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ പോസ്റ്റർ ചെയ്യണം എന്നുള്ളത്. സ്പെല്ലിംഗ് തെറ്റിയിട്ട് പോലും ഒരു നേരെ കറക്റ്റ് ആയിട്ട് സാധനം ചെയ്തു. നമുക്ക് വന്നത് വളരെ ഭംഗിയുള്ള ഒരു സാധനമാണ്. അത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കായിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് സാധനം കിട്ടി. ദെൻ നെക്സ്റ്റ് പ്ലീസ് ആഡ്, ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു ഒരു സബ് ഹെഡിങ് ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഡേറ്റ് April 14, 2025 ആണ്. ആൾസോ ആഡ് ഐക്കൺ ഓഫ് കലണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് സബ് ഹെഡിങ്, സബ് ഹെഡിന്റെ മുമ്പിൽ ഒരു കലണ്ടറിന്റെ ഐക്കണും വേണം. അപ്പോൾ അതും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, പൊസിഷൻ ചെയ്തു തന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ പ്രോംപ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആവുകയും ചെയ്യും, കൂടുതൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സാധനം ചെയ്യാനും പറ്റും. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ടഡോ ഏതെങ്കിലും ഏരിയ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവരോട് അവിടെ ചേഞ്ച് വരുത്താൻ പറയാം. എന്താണ് റിമൂവ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ മാറ്റാനോ അല്ലെങ്കിൽ മലയാളത്തിലാക്കാനോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പറയാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ.
അപ്പൊ ഇത്രയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക.